നമസ്കാരം കൂട്ടുകാരെ, ഡ്രീം ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2021 ജനുവരി 8 നടന്ന NTPCയുടെ ഷിഫ്റ്റ് 2 GK ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന NTPC അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ക്വസ്റ്റ്യൻസൊക്കെ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഈ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ മുൻ ഷിഫ്റ്റുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനോട് അനുബന്ധ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വെക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞ ഷിഫ്റ്റുകളിലൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും. അതൊന്ന് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യങ്ങസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് യൂണിസെഫിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആക്ട്രസ് ആയിട്ടുള്ള മില്ലി ബോബി ബ്രൗൺ ആണ്. 14 വയസ്സായിരിക്കുമ്പോഴാണ് യൂണിസെഫിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത്. എത്ര വയസ്സായിരിക്കുമ്പോഴാണ്? 14 വയസ്സായിരിക്കുമ്പോഴാണ് ആക്ട്രസ് ആയിട്ടുള്ള മില്ലി ബോബി ബ്രൗൺ യൂണിസെഫിൻ്റെ യങ്ങസ്റ്റ് ബ്രാൻഡ് അംബാസിഡറായിട്ട് ചുമതലയേറ്റത്. എവിടെയാണ് യൂണിസെഫിൻ്റെ ആസ്ഥാനം? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് യൂണിസെഫിൻ്റെ? ന്യൂയോർക്കിലാണ് യൂണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. യൂണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്കിലാണ് യൂണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആരാണ് യങ്ങസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് യൂണിസെഫ്? മില്ലി ബോബി ബ്രൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹസാരിബാഗ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹിരാക്കുഡ് ഡാം ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഹിരാക്കുഡ് ഡാം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ് ഡാം എന്നറിയപ്പെടുന്നത്. ഈ ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് പല പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ദ ഫസ്റ്റ് വുമൻസ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്? ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് 1916 ജൂലൈ 2 ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള SNDT വുമൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ടുള്ളത്. മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്ഥാപകനാണ് DK കാർവെ എന്നറിയപ്പെടുന്നത്. ഈ SNDTയുടെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസെ വുമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ SNDT എന്നറിയപ്പെടുന്നത്. എന്താണ്? ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസെ. ആരാണ് ഇതിൻ്റെ സ്ഥാപകൻ? DK കാർവിയാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഏത് വർഷമാണ്? 1916 ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കൂട്ടുകാരെ. ഹു ഫൗണ്ടഡ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാനാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. ഇതും ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. ഉത്തർപ്രദേശിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. സർ സയ്യദ് അഹമ്മദ് ഖാനാണ് ഇത് സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് മൊബൈൽ ഇന്ത്യ എന്ന ഒരു ഓയിൽ ഇന്ത്യയിലുള്ള പ്രമുഖമായിട്ടുള്ള ഒരു ഓയിൽ കമ്പനി, അതുപോലെ തന്നെ ലൂബ്രിക്കൻ്റ് കമ്പനിയാണ്. വാഹനങ്ങളുടെ ലൂബ്രിക്കൻ്റ് ഓയിലായിട്ടുള്ള കമ്പനിയാണ് മൊബൈൽ ഇന്ത്യ. അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ളതാണ് ബജ്റാങ് പൂനിയാണ് മൊബൈൽ ഇന്ത്യ എന്ന പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ബജ്റാങ് പൂനിയ എന്നറിയപ്പെടുന്നത് റെസ്ലിങ്ങിലെ 65 കിലോ വിഭാഗത്തിലെ താരമാണ് ബജ്റാങ് പൂനിയ. അപ്പോൾ ആരാണ് മൊബൈൽ ഇന്ത്യയുടെ അംബാസിഡർ? ബജ്റാങ് പൂനിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബാങ്ക് സ്റ്റാർട്ടഡ് കോന ഉമീദ് എന്ന ക്യാമ്പയിൻ? കോന ഉമീദ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് കൊടക് മഹീന്ദ്ര ബാങ്ക്. കൊടക് മഹീന്ദ്ര ബാങ്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും നൽകുന്ന ഒരു ക്യാമ്പയിനാണ് കോന ഉമീദ് ക്യാമ്പയിൻ. കോന ഉമീദ് ക്യാമ്പയിൻ ഏതാണ്? കൊടക് മഹീന്ദ്ര ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി അക്കോർഡിംഗ് ടു US എയർ ക്വാളിറ്റി ഇൻഡെക്സ് 2020? ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി ഏതാണ്? US എയർ ക്വാളിറ്റി ഇൻഡെക്സ് 2020
US എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയാണ് ലാഹോർ എന്നത് അറിയപ്പെടുന്നത്. ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി ഏതാണ്? ലാഹോറാണ് ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി? ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു നോക്കാം. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ആണ്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാരാണ്? സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി മുഹമ്മദ് അലി ജിന്നയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആരായിരുന്നു? ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായി ആയിരുന്നു ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി. അപ്പോൾ കൂട്ടുകാരെ, ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഈ NTPC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അതല്ലെങ്കിൽ കേരള PSC SSC ഇതുപോലുള്ള പരീക്ഷകൾക്ക് വളരെ ഉപകാരമാവുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചു വയ്ക്കണം. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ്? ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വേർഡാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നറിയപ്പെടുന്നത്. ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നറിയപ്പെടുന്നത് സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക്. ദ ലാസ്റ്റ് ക്യാപ്റ്റീവ് വൈറ്റ് ടൈഗർ നെയ്മഡ് ബജിറാവു ഡൈഡ് ഇൻ വിച്ച് പാർക്ക്? നമ്മുടെ ലാസ്റ്റ് ക്യാപ്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ടൈഗർ ഉണ്ട്, അതിൻ്റെ പേരാണ് ബജിറാവോ. അത് ഈ അടുത്ത് കഴിഞ്ഞ വർഷത്തിൽ മരിച്ചു. അത് ഏത് നാഷണൽ പാർക്കിൽ വെച്ചാണ് മരിച്ചത്? നമുക്ക് ആ വെള്ളക്കടുവയുടെ പിക്ചർ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ചാണ് ഡൈ ആയത്. അപ്പോൾ അത് ഏത് നാഷണൽ പാർക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിലുള്ള മുംബൈയിലാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്യാപ്റ്റീവ് വൈറ്റ് ടൈഗർ എവിടെയാണ് അന്തരിച്ചത്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലാണ് ബജിറാവോ എന്ന വൈറ്റ് ടൈഗർ ചത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ടോയ് മ്യൂസിയം വിൽ കം അപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ലോകത്തിലെ ഏറ്റവും വലിയ ടോയ് മ്യൂസിയം എവിടെയാണ് വരാൻ പോകുന്നത്? ഗുജറാത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടോയ് മ്യൂസിയം വരാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ലീസ്റ്റ് റിയാക്റ്റീവ് എലമെൻറ്റ് ഓഫ് പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിലെ ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെൻറ്റ്സ് ഏതാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വാലൻസിലെ ഇലക്ട്രോൺസ് 8 ഉണ്ടെങ്കിൽ അതിലെ അഷ്ടകമൊക്കെ പൂർത്തിയായിരിക്കും. അപ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അതിനാൽ അത് നമ്മുടെ ഗ്രൂപ്പ് 18ാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്കത് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും. അത് 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് നമുക്കൊരു പേര് പറയും, അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബൽ ഗ്യാസസ് എന്ന് പറയാൻ സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ, റെഡോൺ, ഓർഗനൈസൺ. ഇപ്പം 118ാമത്തെ മൂലകമാണ് ഓർഗനൈസൺ. അതൊരു നോബൽ ഗ്യാസ് ആണ്. അത് പഠിച്ചു വയ്ക്കുക. ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എലമെൻറ്റ് ഓഫ് പീരിയോഡിക് ടേബിൾ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നോബൽ ഗ്യാസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ വയർ ഈസ് ഇൻക്രീസ്ഡ് ദെൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ വിൽ വാട്ട് ഹാപ്പൻഡ്? നമ്മുടെ വയറിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വയറിലൂടെയുള്ള റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും ഇൻക്രീസ് ആവുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു വയറിലുള്ള ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെയുള്ള റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും ഇൻക്രീസ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി കോസസ് വിച്ച് ഡിസീസ്? വിറ്റാമിൻ B12 അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെർസീനിയസ് അനീമിയ എന്നാണ് വിറ്റാമിൻ B12 അഭാവം മൂലമുണ്ടാകുന്ന രോഗം. എന്താണ് പെർസീനിയസ് അനീമിയ? നമുക്ക് വിറ്റാമിൻ B12 ഒരു പേര് പറയുമല്ലോ. എന്താണ് അതിനെ? കൊബാലുമിൻ എന്നാണ് ഇതിന് പറയുന്നത്. വിറ്റാമിൻ B12 പറയുന്ന പേരാണ് കൊബാലുമിൻ. ഈ വിറ്റാമിൻ B12 അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെർസീനിയസ് അനീമിയ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ എന്നാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് ബെൽ. ബെൽ എന്നറിയപ്പെടുന്നത് ഒരു കമ്പനിയാണ്. അതിൻ്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നാണ് ബെല്ലിൻ്റെ പൂർണ്ണ രൂപം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നാണ് ബെല്ലിൻ്റെ പൂർണ്ണ രൂപം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? എല്ലാവർക്കും അറിയാവുന്നൊരു ഉത്തരവാണ്, ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് കൊബോൾ. കൊബോളിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് കൊബോളിൻ്റെ പൂർണ്ണ രൂപം. എന്താണ്? കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് കൊബോളിൻ്റെ പൂർണ്ണ രൂപം. കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് കൊബോളിൻ്റെ പൂർണ്ണ രൂപം. വാട്ട് ഈസ് ദ എഡിറ്റ് കീ ഇൻ എക്സൽ? എക്സലിൽ എഡിറ്റ് കീ ഏതാണ്? നമുക്കിപ്പോൾ ഒരു എക്സലിലെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഒരു സെല്ലിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെല്ല് അവിടെ കൊണ്ട്, ഏത് സെല്ലാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ കഴ്സർ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം F2 കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് സെല്ലാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ആ സെല്ല് സെലക്ട് ചെയ്തിട്ട് F2 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് F2 കീയുടെ പ്രത്യേകത. കമ്പ്യൂട്ടർ വൈറസസ് ഈസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ വിച്ച് യൂഷ്വലി കറപ്റ്റ്സ് ഡാഷ്. നമ്മുടെ കമ്പ്യൂട്ടർ വൈറസൊക്കെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് ഈ കമ്പ്യൂട്ടർ വൈറസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? 2020 കണക്കനുസരിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131ാമതാണ് ഇന്ത്യയുടെ റാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനിയാണ് ONGC. ഏതാണ്? ONGC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വാസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ഹൂം? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ച് ആരാണ് നടത്തിയത്? ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേദിവസമാണ് ഈ ഒരു പ്രസംഗം നടത്തിയത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അതിലാണ് പ്രസംഗം നടത്തിയത്. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് ഇത് നടത്തിയത്. ഈ പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ച് ഡെലിവർ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസൊക്കെ. നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതിനുള്ള പ്രചോദനമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.